സത്യം പറഞ്ഞാൽ രാമായണത്തിൻ്റെ ട്രെയിലറോ ടീസറോ എന്തെങ്കിലും പുറത്തു വരാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു. ബിക്കോസ് മോസ്റ്റ്ലി ഐ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ബ്രഹ്മാണ്ഡ ചലച്ചിത്രങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. I was also waiting like this for Brahmastra to release. ട്രെയിലർ ഇറങ്ങിയപ്പോൾ it was like very satisfactory. But film എങ്ങനെയായിരുന്നു എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ട്രോളിൽ കൂടെ കണ്ടിട്ടുള്ളൂ. I saw the trailer. Very nice attempt, I would say, because എല്ലാ ഫിലിംസും at the end ഒരു അറ്റംപ്റ്റ് ആണല്ലോ. അപ്പോൾ വെരി നൈസ് അറ്റംപ്റ്റ്. ശ്രീരാമനായിട്ട് വളരെ ഒരു ഓറ ഉള്ളതുപോലെ രൺബീറിനെ കുറിച്ച് എനിക്ക് തോന്നി. സായി പല്ലവിയുടെ അധികം ഷോട്ട് കണ്ടില്ല, ബട്ട് ലൈക്ക് ഓവറോൾ ഗുഡ്. ബട്ട് ഐ തോട്ട് ഇറ്റ് വുഡ് ഹാവ് വെൻറ്റ് മച്ച് അബവ് ഗുഡ് എന്നുള്ളൊരു വാക്ക് മാത്രം. കാരണം എനിക്ക് വേറെ ഒന്നും വർണ്ണിക്കാൻ കിട്ടുന്നില്ല, വർണ്ണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സെറ്റിംഗ് കൊള്ളായിരുന്നു, മ്യൂസിക് കൊള്ളാമായിരുന്നു, ഗ്രാഫിക്സ് കൊള്ളാമായിരുന്നു, അഭിനേതാക്കളും ഓക്കെ. പക്ഷേ എന്തുകൊണ്ട് എനിക്കിതൊരു ഓക്കെ എക്സ്പീരിയൻസിന് അപ്പുറത്തോട്ട് പോയില്ല എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഐ തിങ്ക് ഐ നോ വൈ. നമ്മൾ ആദിപുരുഷ് കണ്ടിട്ടുണ്ട്, മറ്റേ ശകുന്തളയുടെ സമാന്തയുടെ ജുമാൻജി ശാകുന്തളം അത് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ വാട്ട് ഈസ് ദ കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ VFXൻ്റെ ഒരു അതിപ്രസരം തന്നെ ആണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. യെസ്, ഓഫ് കോഴ്സ് ഒരു വേറൊരു മിത്തിക്കൽ വേൾഡിൻ്റെ ഒരു സംഭവം ആകുമ്പോഴത്തേക്കും നമുക്ക് VFX യൂസ് ചെയ്യണം, നന്നായിട്ട് യൂസ് ചെയ്യണം. ബട്ട് ഇറ്റ് ഷുഡൻറ്റ് ബി യൂസ്ഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ കാർട്ടൂൺ. VFX ഒരുപാട് കൂടുകയും ചെയ്തു, എന്നാൽ റിയലിസം ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയതുപോലെ എനിക്ക് തോന്നിപ്പോയി. ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വിചാരിച്ചു മറ്റേ ഗൂസ് ബംസ് ഒക്കെ ഇപ്പോൾ അടിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അടിച്ചില്ല. എനിക്ക് സാധാരണ എന്ത് കണ്ടാലും ഗൂസ് ബംസ് വരാറില്ല, പക്ഷേ ഇതെന്തോ എനിക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല, എനിക്ക് വർക്കായില്ല. മ്യൂസിക് ഇസ് നൈസ്, മ്യൂസിക് വാസ് വെരി നൈസ്. പക്ഷേ ഒരു രാമായണത്തിന് പറ്റിയ മ്യൂസിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് മാത്രം തോന്നിയെന്നാണ് എനിക്കറിയില്ല. ബട്ട് ഒരു വെസ്റ്റേൺ ഓർക്കസ്ട്ര പോലെ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഇന്ത്യൻ ടച്ച് അധികം സ്ഥലങ്ങളിൽ കിട്ടിയില്ല. ഇടയ്ക്ക് എവിടെയോ എ റഹ്മാൻ്റെ പോർഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് റിയലി നൈസ്. ബട്ട് അഗൈൻ ഇറ്റ് ഡസ് നോട്ട് ഒരു രാമായണത്തിന് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് ഇറ്റ് ഓൾസോ സൗണ്ടഡ് എ ലിറ്റിൽ ജെനറിക്. എന്താ പറയുക, ഒരു കറക്റ്റ് സ്ഥലങ്ങളിൽ പീക്ക് ആവാത്തതുപോലെ തോന്നി. ഞാൻ ഫുള്ള് കുത്തിയിരുന്ന് കണ്ടു, എന്നിട്ടും എനിക്കൊരു മെന ആയതുപോലെ തോന്നിയില്ല. നമ്മളൊരു ദ രാമായണം സിനിമ എന്ന് പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും ഇറ്റ് ഫെൽറ്റ് മോർ ലൈക്ക് ഒരു ഹൈ എഫേർട്ട് ആനിമേഷൻ കം ലൈവ് ആക്ഷൻ അങ്ങനെ എന്തോ കാണുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഫോർ റെഫറൻസ്, നമ്മുടെ സ്റ്റാർ പ്ലസിലെ മഹാഭാരതം ഉണ്ടല്ലോ, അതിനകത്ത് പല സീൻസും എനിക്ക് ഇതിനേക്കാൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഐ വാണ്ട് ഫ്രം എ മൂവി ഇസ് ദാറ്റ്, ഫ്രം എ ഫിക്ഷണൽ മൂവി ഓർ എ മിത്തിക്കൽ മൂവി, ഹിസ്റ്റോറിക്കൽ മൂവി, ഇസ് ദാറ്റ് ഇറ്റ് ടേക്സ് അസ് ടു ദാറ്റ് ആ ഒരു കാലഘട്ടം, യുനോ. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടാലോ, ഒരു ഫോറസ്റ്റ് കണ്ടാലോ, ഒരു കൊട്ടാരം കണ്ടാലോ അതൊക്കെ സെറ്റിട്ടതല്ല, അതൊക്കെ റിയൽ ആണെന്ന് തോന്നണം. ആൻഡ് ആ ഒരു സംഭവത്തിൽ ഐ തിങ്ക് ഏറ്റവും മുന്നിട്ട് വയ്ക്കുന്ന സഞ്ജയ് ലീല ബൻസാലി ഇസ് ദർ. ലൈക്ക് ഐ സെഡ്, സ്റ്റാർ പ്ലസിലെ പ്രൊഡക്ഷൻസ് വെരി നൈസ് ഇൻ കമ്പയർ. ഇതിപ്പോൾ ലങ്കാദഹനമൊന്നും നമുക്ക് ഒറിജിനലായിട്ട് കാണിക്കാൻ പറ്റില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഐ ഫീൽ ലൈക്ക് മൂവീസ് ഷുഡ് ഗോ ബാക്ക് ടു മോർ ഓഫ് ഒതൻറ്റിക് ഫിൽമിങ്. VFX എപ്പോഴും നല്ലൊരു ടൂളാണ്, പക്ഷേ അതിനെ അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്താൽ അറ്റ് ദി എൻഡ് ലൈക്ക് ഐ സെഡ് ഒരു മെച്യൂർ കാർട്ടൂണിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് കാർട്ടൂണിൻ്റെ ഒരു എഫക്റ്റ് വരും. എനിവേസ്, ഇനി തിയേറ്ററിൽ വരുമ്പോൾ കാണാം.